പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിനു ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. ധാരാളം ഫലങ്ങൾ നിറഞ്ഞ ഒരു തോട്ടം ഏതൊരു മനുഷ്യൻ്റെയും വലിയ സ്വപ്നമാണ്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗങ്ങളിൽ ബൈബിളിൻ്റെ ഏടുകളിലൂടെ നാം കടന്നു പോകുമ്പോഴും ഇതുപോലൊരവസ്ഥ നാം കാണുന്നുണ്ട്. ദൈവം തോട്ടത്തിൻ്റെ നടുക്ക് 2 വൃക്ഷങ്ങൾ നട്ടു. ഒന്ന് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും 2 ജീവൻ്റെ വൃക്ഷവും. ഇതിൻ്റെ ഫലം കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞു. പക്ഷേ ഫലങ്ങൾ ആദ്യ മാതാപിതാക്കളുടെ പാപത്തിന് ഹേതുവായി തീർന്നു. സർപ്പത്തിൻ്റെ മൊഴിയും ഏറ്റവും ആസ്വാദ്യവും അത്ഭുതവുമായ പഴങ്ങൾ കഴിക്കണമെന്നുള്ള വാക്കുകൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു കൗതുകം ഉണർത്തി. ഫലങ്ങൾ ഏറ്റവും ആസ്വാദ്യമാണ്, കൗതുകകരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ ഭക്ഷിച്ചു. അത് പാപത്തിൻ്റെ ഏടുകളിലേക്ക് നയിച്ചു. പക്ഷേ അന്നും ഇന്നും ഫലം എന്നത് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഇഷ്ടമുള്ളതാണ്. നമ്മുടെയൊക്കെ ഗ്രാമ അന്തരീക്ഷങ്ങളിൽ പഴമക്കാർ പറയുന്ന ഒരു പഴമൊഴിയുണ്ട്: സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാ 10 തിന്നാം എന്നത്. അതെ, കർഷകരായ എല്ലാ മനുഷ്യരും എന്നും സൂക്ഷിക്കുന്നതും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങൾ തന്നെയാണ്. അവ നട്ട് വളർത്തി വീണ്ടും ഫലങ്ങൾ ഉണ്ടാകുന്നു, വീണ്ടും ഭക്ഷിക്കുന്നു, പിന്നെയും പിന്നെയും ഈ ഭൂമിയിൽ നട്ട് ചെടികൾ വളർത്താനായിട്ട് എല്ലാവരും പരിശ്രമിക്കാറുണ്ട്. നിറയെ ഫലങ്ങൾ നിറഞ്ഞ ഒരു തോട്ടം ഏതൊരു കർഷകൻ്റെയും സ്വപ്നം തന്നെയാണ്. ഇന്ന് നാം കാണുന്നതും പഠിക്കുന്നതും പേരയ്ക്ക എന്ന ഫലത്തെക്കുറിച്ചാണ്. ഇതൊരു വലിയ ഔഷധങ്ങളുടെ കലവറയാണെന്ന് നമുക്കറിയാം. മെക്സിക്കോയാണ് പേരയ്ക്കയുടെ ജന്മദേശം. മെക്സിക്കോ, അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക എന്നീ സ്ഥലങ്ങളിലൊക്കെയും പേരയ്ക്ക ധാരാളമായി കാണപ്പെടുന്നു. പണ്ട് കാലങ്ങളിൽ മെക്സിക്കോയിലെ അമ്മമാർ ചെയ്തിരുന്നത്, ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്ന കുടുംബങ്ങളിലൊക്കെയും പേരയ്ക്ക സമൃദ്ധമായിട്ട് കുട്ടികൾക്ക് കൊടുത്തിരുന്നു. ഒന്ന്, ഇത് വിശപ്പ് കുറയ്ക്കുന്ന ഒരു ഔഷധമാണ്, അതുപോലെ തന്നെ നല്ല ഒരു ഫലവുമാണ്. കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും കിട്ടുമെങ്കിലും അവരുടെ വിശപ്പ് കുറയുമ്പോൾ വീട്ടിലെ ദാരിദ്ര്യം അകറ്റാനായിട്ട് പണ്ട് കാലങ്ങളിൽ പേരയ്ക്ക കുഞ്ഞുങ്ങൾക്ക് മെക്സിക്കോയിലെയും സൗത്ത് അമേരിക്കയിലുമൊക്കെ അമ്മമാർ കൊടുത്തിരുന്നു. പാവങ്ങളുടെ ആപ്പിൾ എന്നാണ് പേരയ്ക്ക അറിയപ്പെട്ടിരുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെയൊക്കെയും വീടുകളിലോ അല്ലെങ്കിൽ ചുറ്റുവട്ടങ്ങളിലോ ഒക്കെ പേരയുടെ മരം കാണാവുന്നതാണ്. ജീവിതകാല ശൈലി രോഗങ്ങൾ നമ്മളെയൊക്കെ വേട്ടയാടിയപ്പോൾ നാം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതും പേര ഇലയെയാണ്. പ്രമേഹത്തിന് പേരയിലയിട്ട് തിളപ്പിക്കുന്ന വെള്ളം കുടിച്ചാൽ ഷുഗർ ലെവൽ കുറയും എന്നൊക്കെ ആൾക്കാർ പറയുകയും അതുപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും പലർക്കും ആശ്വാസം കിട്ടിയിരിക്കുന്നതും ഇതുതന്നെയായിരുന്നു. പേരയ്ക്ക നമുക്കറിയാം, അതൊരു ഫലമാണ്. അതുപോലെ തന്നെ പേരയുടെ വേര് മുതൽ ഇല, കായ, അതിൻ്റെ തണ്ട് ഒക്കെയും ആയുർവേദത്തിൽ ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായും പേര ഇലയാണ് കൂടുതലായിട്ടും ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത്.
ഒരു മരമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഏകദേശം 36 തരം പേരയ്ക്ക ലോകത്തിൽ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഓരോ വെറൈറ്റിയും അതിൻ്റെ മധുരിമയും അതിൻ്റെ ഔഷധ ഗുണങ്ങളുമൊക്കെ ഏറെക്കുറെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്. പേരയ്ക്കയുടെ പൂവ് എന്ന് പറയുന്നത് വെളുത്ത നിറത്തിലുള്ളതാണ്. 5-6 പെറ്റൽസാണ് അതിലുണ്ടാകുന്നത്. പൂവ് മാറിക്കഴിയുമ്പോൾ കായകൾ ഉണ്ടാകുന്നു. കായ പാകമാകാത്ത കായകൾ അത് കയ്പും ചമർപ്പും കലർന്നതാണ്. സാധാരണയായിട്ട് ഷുഗർ പേഷ്യൻസ് ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കുന്നു കഴിക്കുവാനായിട്ട്. ഇതിന് പഴുത്ത് പാകമാകുമ്പോൾ നിറയെ വിത്തുകൾ ഉൾക്കൊള്ളുന്ന ഫ്ലഷി പാർട്ടായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഈ ഫലം പല വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ പല നിറത്തിലാണ് ഓരോ പഴങ്ങളും മുറിക്കുമ്പോഴും നമ്മൾ കാണുന്നത്. വെള്ള, ക്രീം കളറിൽ, ലൈറ്റായിട്ടുള്ള റെഡ് അല്ലെങ്കിൽ റോസ് കളറിൽ, കടുത്ത റെഡ് കളറിൽ, ഇങ്ങനെ പല നിറത്തിൽ നമുക്ക് പഴങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം പേരയ്ക്ക ഉൾക്കൊള്ളുന്നത് വൈറ്റമിൻ സി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ ജീവകങ്ങൾ എല്ലാം തന്നെ പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. പേരയ്ക്ക ഏത് കോമ്പിനേഷനിൽ പെട്ടാലും അല്ലെങ്കിൽ അതിനെ ഏത് വിധത്തിൽ പ്രോസസ്സ് ചെയ്താലും വൈറ്റമിൻ സിക്ക് യാതൊരു അഭാവവും വരുന്നില്ല. അതതുപോലെ തന്നെ പേരയ്ക്കയിൽ കാണപ്പെടുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ പേരയ്ക്ക ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഒരു മനുഷ്യനിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന അയൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ എ, ബി, സി എന്നീ ഘടകങ്ങളും പേരയ്ക്കയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. പേരയ്ക്ക ഉപയോഗിക്കുക എന്നതിനേക്കാൾ ഉപരി പേര ഇല ഉപയോഗിക്കുന്നതും ഔഷധ പ്രധാനം അർഹിക്കുന്നതാണെന്ന് നമുക്കറിയാം. പേരയുടെ ഇല ഇട്ട് പേര ഇല ചായ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പേരയുടെ ഇളം ഇല എടുത്ത് അത് തിളപ്പിച്ച് വെള്ളം ചായയായിട്ട് ഉണ്ടാക്കി വയ്ക്കുന്നു. ഈ ചായ കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ പ്രവർത്തനത്തെ, അതുപോലെ തന്നെ രക്തക്കുഴലിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നതിനെ അലിയിച്ച് കളഞ്ഞുകൊണ്ട് രക്തത്തിൻ്റെ ഒഴുക്കിനെ ഒരു പരിധിവരെയും സുഗമമാക്കുവാനായിട്ട് പേരയില ഇട്ട് തിളപ്പിച്ച് വെള്ളം ഉപയോഗിക്കുന്നത് സാധ്യമാക്കുന്നുണ്ട്. പ്രായമായവരിൽ കണ്ടുവരുന്ന ഒരു അസ്വസ്ഥതയാണ് ഉറക്കമില്ലായ്മ. ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണക്കാരിലും ഈ ഒരു അസുഖം ക്രമേണ പടർന്നു പിടിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ കിടക്കുന്നതിന് മുൻപ് പേരയില ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സമൃദ്ധമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കും എന്നാണ് പലപ്പോഴും പറയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ നാഡീകോശങ്ങളെയും ഞരമ്പുകളെയും ഒക്കെ ഏറ്റവും ബലപ്രദമാക്കാനായിട്ട് പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ബ്രെയിനിലേക്ക് പോകുന്ന രക്തത്തിൻ്റെ ഒഴുക്കിനെ സാധ്യമാക്കുവാനും ഈ പേരയിലയിട്ട് തിളപ്പിച്ച വെള്ളം നാം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മുഖത്തൊക്കെ കാണുന്ന മുഖക്കുരു അല്ലെ കറുത്ത പാടുകൾ ഇവയൊക്കെ മാറാനായിട്ട് പേര ഇലയുടെ തളിരില എടുത്ത് നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ച് പേസ്റ്റാക്കി മുഖക്കുരുവിലോ അല്ലെ കറുത്ത പാടുകളോ വന്ന ഭാഗത്ത് അപ്ലൈ ചെയ്ത് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുകയും ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും മുഖക്കുരുവുമൊക്കെ ഏറെക്കുറെ മാറുവാനും കുറയുവാനും സാധിക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഓയിൽ കണ്ടൻറ്റ് ഇലകളിലുണ്ട്, എസെൻഷ്യൽ ഓയിൽ. ഈ ഓയിലുകളും നമ്മുടെ ശരീരത്തിന്, ചർമ്മത്തിന് കൂടുതലായിട്ടുള്ള ഭംഗി നിലനിർത്തുവാൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്നെസ്, മൃദുത്വം നിലനിർത്തുവാനായിട്ടും നമ്മളെ വളരെ ഉപകാരപ്രദമാണ് പേരയില. ദന്ത സംരക്ഷണത്തിന് ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്നതാണ് പേരയുടെ ഇല. നമുക്കറിയാം മോണയ്ക്ക് വീക്കമുണ്ടാകുക, പഴുപ്പ് അല്ലെങ്കിൽ അതിന് ശക്തി ലഭിക്കുവാനായിട്ട് പേരയുടെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം വായിൽ കൊള്ളുന്നതും അത് കുടിക്കുന്നതും ഒക്കെയും വളരെ ഫലപ്രദമാണ്. പണ്ട് കാലങ്ങളിൽ പല്ല് തേയ്ക്കാനായിട്ട് പേരയില ഉണക്കി പൊടിച്ച് അതിൻ്റെ കൂടെ മറ്റു പല മരുന്നുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ പൽപ്പൊടി ഉണ്ടാക്കിയിരുന്നു. പല്ല് തേയ്ക്കാനുള്ള ബ്രഷായിട്ടും പണ്ട് കാലങ്ങളിൽ പേര മരത്തിൻ്റെ കമ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പല്ലിലുണ്ടാകുന്ന മഞ്ഞ നിറത്തെയും അതിലുപരിയായിട്ട് പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടാതെ ഇരിക്കുവാനുമായിട്ട്
സഹായിക്കുന്ന ഒരു ഔഷധം കൂടിയാണ്. പേരയ്ക്കയിൽ ധാരാളമായിട്ട് ബീറ്റ കാരോട്ടിൻ, വൈറ്റമിൻ എ, ബി, സി എന്നീ ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ. ഇത് നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് ഒത്തിരിയേറെ സഹായകമാണ്. ഏറെ പ്രത്യേകമായിട്ട് പേരയിലയിട്ട് തിളപ്പിച്ച് വെള്ളം 1 ലിറ്ററോളം വെള്ളം എടുത്ത് അതിൽ പേരയിലയിട്ട് തിളപ്പിച്ച് ഒരു ദിവസം അത് വെച്ചതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ് അതെടുത്ത് മുടി കഴുകുക. അത് ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ മുടി കരുത്തോടു കൂടി വളരുവാനായിട്ട് ഏറെ ഫലപ്രദമാണ്. ഇതുപോലെ കാഴ്ചയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ നിശാഅന്ധത എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ മൈക്കുലർ നമ്മുടെ കണ്ണിൻ്റെ കോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ ഒക്കെയായിട്ട് പേരയിലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് വളരെ ഗുണപ്രദമാണ്. വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിരിക്കുന്ന പേരയ്ക്ക ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്നത് വളരെ ഫലപ്രദമാണ്. ദിവസവും ഓരോ പഴം വീതം കഴിക്കുന്നത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് മൃദുത്വം ലഭിക്കുവാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു ഔഷധമാണ് പേരയ്ക്ക. പ്രായമായവരിലും ചർമ്മത്തിൻ്റെ ചുളിവുകളെ അകറ്റാനായിട്ട് ദിവസവും ഒരു പേരയ്ക്ക കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയയെ കൂടുതൽ സുഗമമാക്കുവാനായിട്ടും പേരയ്ക്ക ഔഷധമായിട്ട് നാം ഉപയോഗിക്കുന്നു. നമുക്കറിയാം, ഒരു ആപ്പിൾ കഴിച്ചാൽ അതിൻ്റെ ഫലം ഒരു രോഗത്തെ തടയാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പേരയ്ക്ക കഴിച്ചാലും പല വിധത്തിലുള്ള അസുഖങ്ങൾക്കും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് പേരയ്ക്ക. പേരയ്ക്കയിൽ ഹിസ്റ്റമിൻ എന്ന എൻസൈം ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ പലവിധ അലർജിക്കും നമുക്ക് പേരയ്ക്ക ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് തുമ്മൽ, ജലദോഷം ഇങ്ങനെയുള്ള അവസ്ഥകളിലും പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിക്കുന്നത് അത് പെട്ടെന്ന് മാറുവാനായിട്ടും നമ്മുടെ ബോഡിയിലെ ഹീറ്റിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കും. അതുപോലെ തൈറോയ്ഡ് രോഗങ്ങൾക്കും പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പേരയ്ക്ക പഴം കഴിക്കുന്നത് നമ്മുടെ വിശപ്പിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ തടി കുറയ്ക്കാനും പേരയ്ക്ക ദിവസവും കഴിക്കുന്നത്, തടി കുറയ്ക്കാനുള്ള ഭക്ഷണത്തിൽ പേരയ്ക്കയും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ക്വിസൻറ്റൈൻ എന്ന എൻസൈം ധാരാളമായിട്ട് പേരയ്ക്കയിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ ബ്രോങ്കൈറ്റ് അല്ലെങ്കിൽ ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് ചെസ്റ്റിലുള്ള മസിൽസിനെ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള മസിൽസിനെ റിലാക്സ് ചെയ്തുകൊണ്ട് എയർവേ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ എയർവേ ഓപ്പൺ ചെയ്തുകൊണ്ട് ശ്വാസതടസ്സം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റി ആസ്മ എന്ന രോഗത്തെ സുഖപ്രദമാക്കുവാനും നമുക്ക് പേരയ്ക്ക ഇല ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് വളരെ പ്രയോജനപ്രദമാണ്. നമ്മളിന്ന് കണ്ടത് പേരയെക്കുറിച്ചാണ്. പേര നമ്മുടെ എല്ലാവരുടെയും മുറ്റത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഈ പേരയ്ക്ക നമ്മളെല്ലാവരും കഴിക്കുന്നു. പേരയ്ക്ക ജ്യൂസ് അടിച്ച് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ പേരയ്ക്ക കൊണ്ട് നമ്മൾ ജാം ഉണ്ടാക്കാറുണ്ട്. പേരയ്ക്ക നമ്മൾ ജാം മാത്രമല്ല, ജ്യൂസ് നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ പേരയ്ക്ക കൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പേരയ്ക്ക കൊണ്ട് നമുക്കൊരു നല്ലൊരു ജാം ഉണ്ടാക്കാം. അത് ഉണ്ടാക്കേണ്ട വിധമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ പേരയ്ക്ക കൊണ്ടുള്ള ഉപയോഗം ഫോളിക് ആസിഡ് വർദ്ധിപ്പിക്കാനും നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകാനും അതുപോലെ തന്നെ ഈ പേരയ്ക്ക കഴിക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല സുഖം കിട്ടും, വയറ്റിൽ നിന്ന് പോകാനും ഒക്കെ നല്ലതാണ് പേരയ്ക്ക. അപ്പോൾ ഈ പേരയ്ക്കായെ നമ്മൾ നന്നായിട്ട് ചെത്തി അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ വിത്തും കളഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് അടിച്ചെടുക്കണം. പേരയ്ക്ക നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ച് അതിനെ ഒരു പാത്രത്തിലാക്കി അതിൻ്റെ പൾപ്പ് ഇങ്ങനെ പാത്രത്തിലാക്കി വയ്ക്കണം. അതിന് ശേഷം നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഇപ്പം പേരയ്ക്കായുടെ ജ്യൂസ് ഒരു 1/200 ഗ്രാം ആണെങ്കിൽ 1/200 ഗ്രാം ആണെങ്കിൽ അത്രയും പഞ്ചസാര നമ്മൾ ചേർക്കണം. 1/200 ഗ്രാം പഞ്ചസാരയും നമ്മൾ ചേർക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടതാണ് അത്രയും അളന്ന് വെള്ളം നമ്മൾ ചേർക്കണം. അത്രയും അളന്ന് നമ്മൾ 1/200 വെള്ളം നമ്മൾ ചേർക്കണം. ഇങ്ങനെ ഈ 3 വസ്തുക്കളും നമ്മൾ ഒന്നിച്ച് യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ നമ്മൾ അടുപ്പത്ത് വയ്ക്കണം. അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം.
അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് അങ്ങനെ തിളച്ച് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു കൊമള വരും അതിൽ നിന്ന്. ആ കൊമള ചെറുതായി വരുമ്പം നമ്മൾ ആ തവി കൊണ്ട് ഇങ്ങനെയൊന്ന് കോരി ഒഴിച്ച് നോക്കണം. ഒഴിച്ച് നോക്കുമ്പം രണ്ട് വശത്തുനിന്നും വന്നിട്ട് കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ വീഴുമല്ല, വെള്ളം വീഴുന്ന പോലെ വീഴുമല്ല, രണ്ട് വശത്തുനിന്നും വന്നിട്ട് ഒരു ഷീറ്റ് മാതിരി താഴേക്ക് വീഴുകയാണെങ്കിൽ അതിന് പാകമായി എന്നർത്ഥം. അപ്പോൾ അതാണ് ജാമിൻ്റെ പാകം. അപ്പം ജാമ് ഈ കോരി ഒഴിക്കുന്ന വസ്തു രണ്ട് വശത്തുനിന്നും കൂടെ വന്നിട്ട് ഒരു പോയിൻ്റിൽ കൂടെ വന്ന് താഴേക്ക് വീഴുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സാധനം നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം ഇതിനെ നമ്മൾ ഇളക്കി തണുപ്പിച്ച് ഒരു കുപ്പിയിലാക്കി വയ്ക്കുക. നമുക്ക് ആവശ്യ സമയത്ത് ബ്രെഡിലോ അത് മറ്റെല്ലാ ചപ്പാത്തിയിലോ ഏത് വസ്തുവിൽ വേണമെങ്കിലും ഈ ജാം നമുക്ക് തേച്ച് നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. നമ്മളിനി പേരയുടെ ഇല കൊണ്ട് നമ്മളൊരു നല്ലൊരു പല്ല് തേക്കാനുള്ള ഒരു മരുന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പേരയുടെ ഇലയും അതിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. 1 പേരയുടെ ഇല, 2 മാവിൻ്റെ ഇല. പേരയുടെ ഇല ഒരു 50 ഗ്രാം, മാവിൻ്റെ ഇല ഒരു 50 ഗ്രാം, അതുപോലെ തന്നെ ഒരു 20 ഗ്രാമോളം ഈ ആര്യവേപ്പിൻ്റെ ഇല. അങ്ങനെ ഈ 3 എടുത്തു. അതേപോലെ തന്നെ നമുക്ക് ഈ കൊങ്ങിണി എന്ന് പറഞ്ഞ കാട്ടിലൊരു ചെടി സാധാരണ കാട്ടിക്കടയൊക്കെ കാണുന്നതാണ് കൊങ്ങിണിയുടെ ഇലയും ഒരു 50 ഗ്രാം എടുക്കണം. ഇപ്പോൾ ഇത് കൊങ്ങിണിയുടെ ഇല, മാവിൻ്റെ ഇല, ആര്യവേപ്പിൻ്റെ ഇല, പേരയുടെ ഇല, ഈ 4 ഇലകളും നമ്മൾ നന്നായിട്ട് ഉണക്കി പൊടിക്കണം. അങ്ങനെ നന്നായിട്ട് ഉണക്കി പൊടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് ഉണക്കി പൊടിച്ച പൊടി ഏകദേശം നന്നായിട്ട് പൊടിഞ്ഞിരിക്കണം. നമ്മൾ മില്ലിൽ പൊടിച്ച് കഴിഞ്ഞാൽ മതി. നല്ല നൈസായിട്ട് മില്ലിൽ പൊടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മിക്സി പൊടിച്ചാലും മതി. ഇങ്ങനെ നൈസ് പൊടിയായിട്ട് വന്ന ഇതിലേക്ക് ഈ ഉമ്മി കരിച്ച ഉമ്മി നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഒന്ന് വറക്കണം. വറുത്ത് അതിൻ്റെ കരിയുടെ രൂപമാവും. ആ കരിയുടെ രൂപമാകുമ്പം അതിനകത്ത് തീ കത്തും. ആ തീ കത്തി കഴിയുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ തീ കത്തി തീർന്ന് കഴിയുമ്പം ആ ഉമ്മി നമ്മളൊരു അലൂമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഒരു പാത്രത്തിലേക്ക് നമ്മളങ്ങ് കുടഞ്ഞിട്ട് നന്നായിട്ടത് നിരത്തി വെച്ച് കഴിയുമ്പം അത് തണുക്കും. ആ തണുത്ത സാധനത്തിനെ നമ്മൾ വീണ്ടും മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ഈ ഇലകൾ പൊടിച്ചതിൻ്റെ ഈ പൊടിയോട് അതും കൂടി അങ്ങ് ചേർക്കണം. അത് ഏകദേശം ഇലകളെല്ലാം കൂടെ പൊടിച്ച് ഇത് ഓരോ ഇലകളും കൂടെ പൊടിച്ചത് കൊങ്ങണി പൊടിച്ചത് 50 ഗ്രാം, നമ്മുടെ മാവില പൊടിച്ചത് 50 ഗ്രാം, ആര്യവേപ്പില 20 ഗ്രാം, ഇതും ഈ പേരയിടയിൽ 50 ഗ്രാം. അപ്പം 150 170 ഗ്രാമായി. ഈ 170 ഗ്രാമിലേക്ക് 170 ഗ്രാം ഉമ്മിക്കരിയും കൂടി പൊടിച്ചത് ചേർക്കണം. അങ്ങനെ പൊടിച്ച് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അതിന് ചേരാൻ പാകത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് നന്നായിട്ട് കല്ലുപ്പ് അടുപ്പയിൽ വെച്ച് അത് കുറേ സമയം വെള്ളം പറ്റി കഴിയുമ്പോൾ ആ ഉപ്പ് എടുത്തിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ പൊടിച്ചെടുത്താൽ ഈ കളറിലുള്ള പൊടി കിട്ടും. ഉപ്പ് വെള്ളം വറ്റിച്ചിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഉപ്പ് പൊടി കിട്ടും. ആ ഉപ്പ് പൊടി ഇതിലേക്ക് ഈ പൊടികൾക്കെല്ലാം പാകത്തിന് നമ്മൾ ചേർക്കുന്നു. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടതാണ് കുരുമുളക് പൊടിച്ചത്. അത് ഒരു 20 ഗ്രാം ഒരു 10 ഗ്രാം ചേർക്കുക. കുരുമുളക് പൊടിച്ചത് ഏകദേശം ഒരു 10 ഗ്രാമോളം നമ്മൾ ചേർക്കുന്നു. അപ്പം അങ്ങനെ 10 ഗ്രാം ചേർത്തതിന് ശേഷം അത് എരിവ് അധികമാകുകയും ചെയ്യരുത്. എന്നാൽ നമുക്ക് കുരുമുളകിൻ്റെ അംശം നമ്മുടെ ഉള്ളിൽ വായി ചെല്ലുന്നത് നല്ലതാണ്. കുരുമുളക് ഛേദകങ്ങളാണ്, അതിൻ്റെ ഗുണം അതാണ്. അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ പൊടിച്ചിട്ട് അത്രയും ചേർക്കേണ്ട ഈ 4 ഇലകളോളം ചേർക്കേണ്ടതാണ്
ഉമ്മിക്കരി അത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മളിതിനെ തയ്യാറാക്കി ഈ 3 വസ്തുക്കളും പൊടിച്ചെടുത്തിട്ട് അതും ചേർത്തതിന് ശേഷം അല്പം ഗ്രാമ്പു എന്ന് പറയുമ്പം ഇപ്പോൾ ഇത്രയും സാധനത്തിന് ഒരു 20 ഗ്രാം ഗ്രാമ്പു മതി. 20 ഗ്രാം ഗ്രാമ്പുവും കൂടെ പൊടിച്ച് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു പാത്രത്തിലിട്ട് വെച്ചാൽ ഡെയിലി നമുക്ക് കുട്ടികൾക്കാണെങ്കിലും പ്രായമായവർക്ക് ആർക്ക് വേണേലും പല്ല് തേക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. വളരെ ചെറിയ ഒരു പഴമാണെങ്കിലും ഒരു ജീവിതത്തിന് ആവശ്യമായ എല്ലാ മൂലകങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി ഏറ്റവും ധാരാളം അടങ്ങിയിരിക്കുന്ന ഈ പഴം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളുടെയും ഒരു കലവറയാണ്. പാവങ്ങളുടെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഈ ഭക്ഷണത്തെ മെക്സിക്കൻ ജനത അവരുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു പഴമായിട്ട് എന്നും ഉൾക്കൊണ്ടിരുന്നു. നമ്മുടെ കേരളത്തിലും ധാരാളമായി വളരുന്ന ഈ പഴം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ എല്ലാ മൂല്യങ്ങളെയും നമുക്കും ഉൾക്കൊള്ളാം, സ്വീകരിക്കാം. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു.